അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, 2ാം ക്ലാസ്സിലെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി സിമ്പിൾ ആയിരുന്നില്ല എല്ലാവർക്കും? നോക്കുക, ഇതെന്താണ്? പഴം അല്ലേ? പഴത്തിന് എന്താ പറയുക? മൗസുൻ. അപ്പം ഇങ്ങോട്ട് ജോയിൻ്റ് ആക്കുക, അത്രേ പണിയുള്ളൂ. ഇതെന്താ? സിഞ്ചാബുൻ. ഇതിലൂടെ സിഞ്ചാബോടെ ഇതാ ഇങ്ങോട്ട് ജോയിൻ്റ് ആക്കുക. അടുത്ത് ബക്കറത്തുൻ. ബക്കറത്തുൻ എന്നാൽ പശു അല്ലേ? അപ്പോൾ ഇത്. അടുത്ത് വീട്, ബൈത്തുൻ. അപ്പോൾ ബൈത്തുൻ. അടുത്ത് സഹറത്തുൻ, ഹിറത്തുൻ. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ അത് പാസ്സായി. അടുത്ത ഇവിടെ അർണബ്. അർണബ് എന്ന് എഴുതാനാണ്. അനാനാസ് എഴുതാൻ. കലമുൻ, മാഞ്ച. എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറക്കും, അത് ഉറപ്പാണ്. കാരണം അത്രയും സിമ്പിളായ ചോദ്യങ്ങൾ വന്നിട്ട് അക്ഷരത്തെറ്റ് വെച്ചാൽ ശരിയാവില്ല. അടുത്ത മൻ ഹാദ. എന്താ ഉത്തരം എഴുതേണ്ടത്? ഇവിടെ 3 ഉത്തരങ്ങൾ എഴുതാം. ഒന്ന് ഹാദ ഇബിനുൻ, അല്ലെങ്കിൽ ഹാദ ദാരിസുൻ, അല്ലെങ്കിൽ ഹാദ ബാസിമുൻ ഒക്കെ എഴുതാം. ഇനി ചില കുട്ടികൾ ബാസിമു മാത്രം എഴുതും. അങ്ങനെ മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടൂല. മാർക്ക് കിട്ടും, പക്ഷേ പകുതി മാർക്കേ കിട്ടുള്ളൂ. കാരണം ഇവിടെ ഹാദ എന്ന് എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങോട്ട് എഴുതണം. ഹാദ എഴുതിയിട്ട് പിന്നെ ബാസിമുന്നോ ദാരിസുന്നോ ഇബിനുന്നോ എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത് ഹാദിഹിയാണ്. ഹാദിഹി ഇങ്ങോട്ട് എഴുതിയിട്ട് ദാരിസത്തുൻ അല്ലെങ്കിൽ ലുബിന അല്ലെങ്കിൽ ഫാത്തിമ എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും. ആദ്യം ഹാദി ഇങ്ങോട്ട് എഴുതണം. അടുത്ത് മാ ഹാദ. എന്താ എഴുതണ്ടേ? ഹാദ ദീക്കുൻ. ഹാദ എഴുതണം, എന്നിട്ട് പിന്നെ ദീക്കുൻ എഴുതണം. പിന്നെ ഹാദിഹി ദജാജത്തുൻ. അടുത്ത് ഹാദിഹി കൊടുക്കാനാണ്. ഇത് ഹാദിഹിയാണ്, ഇത് ഹാദയാണ്. അപ്പോൾ എന്താണ്? അവസാനം താ ഉള്ളതിനാണ് ഹാദിഹി കൊടുക്കുക. അപ്പോൾ ഷജറത്തിന് ഹാദിഹി കൊടുക്കണം, പിന്നെ സയ്യാറത്തിന് ഹാദിഹി കൊടുക്കണം. ബാക്കി രണ്ടിടത്തും ഹാദാ ബാബുൻ ഹാദാ കുർസിയും. അടുത്തത് ഈ പാട്ടാണ്. ഈ പാട്ട് നമ്മൾ പിന്നെ പഠിക്കാൻ പറഞ്ഞിരുന്നു. ഹാദാ ഇബിനി, ഹാദിഹി ബിന്തി, ഹാദാ ജദ്ദി, അന്ത അബത്തി എന്ന വേണ്ടി. അന്ത അബത്തി കണ്ടോ? അപ്പോൾ ഇവിടെ അന്തേ വേണ്ടത്. പിന്നെ അന്തി ഉമ്മി, ഇവിടെ അന്തി വേണം. പിന്നെ അന്താനൂരി, ഇവിടെ അന്ത വേണം. അന്തി സിരി. ഇതാണ്. വളരെ സിമ്പിൾ പരീക്ഷയായിരുന്നു ലിസാനുൽ ഖുർആൻ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അറിയിക്കുക.